ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ സമയത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മോൻസി, കുടുംബം, തലമുറ, ഈ ദൈവസഭയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കട്ടെ. ആമേൻ. എനിക്കേറെ പ്രിയപ്പെട്ടവരൊക്കെ ഇതിൻ്റെ നടുവിലുണ്ടെങ്കിലും ആമേൻ ആരുടെയും പേരെടുത്ത് പറയാതെ ആമേൻ എല്ലാവർക്കും ആമേൻ ക്രിസ്തുവിലുള്ള എൻ്റെ വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ 3 സെഷനുകൾ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരത്തെ നൽകി. ആമേൻ ആമേൻ. കർത്താവിൻ്റെ വിശിഷ്ടതകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോടും ദൈവസഭയോടുമുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. നിങ്ങളുടെ കൂടെ ആയിരുന്ന നിമിഷങ്ങൾ എനിക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. ആമേൻ. സ്തോത്രം. എൻ്റെ വൈഫിൻ്റെ പേര് സ്റ്റെഫി എന്നാണ്, കുഞ്ഞിൻ്റെ പേര് പോൾ എന്നാണ്. ഏകദേശം ഒരു 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നത്. അവനിപ്പോൾ 6 വയസ്സാകാൻ പോകുന്നു. ഓർക്കുവാണെങ്കിൽ ഞങ്ങളെയും കൂടെ പ്രാർത്ഥനയിൽ ഓർക്കുക. UK ഫോർ എ ടൈം ബീയിങ് ഞങ്ങളിപ്പോൾ കർത്താവിൻ്റെ വേലയിൽ UK ദൈവം അനുവദിക്കുന്നെങ്കിൽ വേഗത്തിൽ അവിടുന്ന് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് സഹായിക്കട്ടെ. മുഖവരകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ആ കണ്ണുകളെ ഒന്ന് ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. അല്പനിമിഷങ്ങളൊന്ന് അധരങ്ങൾ തുറന്ന് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ വായുകളും തുറന്ന് ഹല്ലേലൂയ. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. എൻ്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ, ഒന്നും ചെയ്തില്ല ഞാൻ ഈ ഭൂവിൽ, നിന്റെ നന്മകൾ കൊത്തതുപോൽ. ചേർന്നൊന്ന് പാടാമോ? എൻ്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ, ഒന്നും ചെയ്തില്ല ഞാൻ ഈ ഭൂവിൽ, നിന്റെ നന്മകൾ കൊത്തതുപോ. ആരാധന ആരാധന ആരാധന. കഴിയുമെങ്കിൽ കരങ്ങളെ ഉയർത്തി യേശുവിനാരാധന ആരാധന ആരാധന. ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് യേശുവിന് ആരാധന 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 ആരാധന. ആ കണ്ണുകളുടെ ഇടയ്ക്ക് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പായേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങയുടെ നാവായി നിർത്തണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. എക്സോഡസ് ചാപ്റ്റർ 15 വേഴ്സസ് 22 onwards 27. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുകയാണ്. പുറപ്പാട് 15-ൻ്റെ 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 15 വേഴ്സസ് 22 onwards to 27. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിപ്പിച്ച് അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അവർ അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ ഇവർ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയല്ല. ഞാൻ നിന്നെ
സൗഖ്യമാക്കുന്ന യഹോവയാകുന്നുവെന്ന് അരുളി ചെയ്തു. ആമേൻ, സ്തോത്രം. പിന്നെ അവർ ഏലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അവർ വെള്ളത്തിനരികെ പാളയമിറങ്ങി. ഇനി നിങ്ങളെന്നെ ശ്രദ്ധിച്ചോണേ. പിന്നെ അവർ ഏലീമിലെത്തി. ഏലീം എന്ന് പറയുന്നത്, ആമേൻ, സ്തോത്രം, 12 നീരുറവകളും 70 ഈന്തപ്പനകളുമുള്ള സ്ഥലമാണ് ഏലീം എന്ന് പറയുന്നത്. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചോണേ. 12 നീരുറവകളുള്ള 70 ഈന്തപ്പനകളുള്ള, ആമേൻ, സ്തോത്രം, ഏലീമിൽ അവർ പാളയമിറങ്ങി. എന്താണ്, ആമേൻ, സ്തോത്രം, ഈന്തപ്പഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇരട്ടി മധുരത്തിൻ്റെ അനുഭവമാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. നിങ്ങൾ, ആമേൻ, മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളവരുണ്ടായിരുന്നെങ്കിൽ അവർക്കറിയാം, ഏറ്റവും നല്ല ഈന്തപ്പഴം എന്ന് പറയുന്നത്, ആമേൻ, സ്തോത്രം, ഇരട്ടി മധുരത്തിൻ്റെ, ഏറ്റവും നല്ല മധുരത്തിൻ്റെ അനുഭവം തരുന്നതാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. ആമേൻ, സ്തോത്രം. എൻ്റെ ചോദ്യം, ഇസ്രായേലേ, നിങ്ങൾ കുറച്ച് മുൻപ് എവിടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ പറയും, ഞങ്ങൾ കുറച്ച് മുൻപ് കയ്പിൻ്റെ അനുഭവത്തിലായിരുന്നു, ഞങ്ങൾ മാറയ്ക്കകത്തായിരുന്നു. ഇന്ന് പകലിൽ ഒരു ദൂത് ദൈവസഭയോട് ഞാൻ തുടക്കത്തിൽ കൈമാറാം. മാറയിൽ തുടരാനല്ല ദൈവം നിന്നെ വിളിച്ചത്, ആമേൻ, അടുത്ത ഏലീമിലേക്ക് യാത്ര തുടരാനാണ്. ആമേൻ, പറയാമോ? മാറയെ മധുരമാക്കി മാറ്റിക്കൊണ്ട് അടുത്ത ഏലീമിലേക്ക് നിന്നെ നയിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് കരമടിച്ച ദൈവത്തിനൊന്ന് ആരാധന കൊടുക്കാൻ എത്ര പേര് തയ്യാറാകും? മാറയെ മധുരമാക്കി മാറയിൽ നിന്നും നിന്നെ യാത്ര തുടരിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെയുണ്ട്. അതിൻ്റെ അർത്ഥം, കുഞ്ഞെ, എന്നും നിനക്ക് മാറയല്ല, എന്നും നിനക്ക് കയ്പല്ല, ആമേൻ, സ്തോത്രം, എന്നും നിനക്ക് നെടുവീർപ്പുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളുമല്ല. അടുത്ത ചില ഏലീമിൻ്റെ സീസണുകൾ 70, ആമേൻ, സ്തോത്രം, ഈന്തപ്പനകളുള്ള, ആമേൻ, 12 നീരുറവകളുള്ള അടുത്ത ഇരട്ടി മധുരത്തിൻ്റെ ഏലീം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ചരിത്രം മുഴുവൻ നമുക്കറിയാം. ആമേൻ, സ്തോത്രം. മോശ എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ, ആമേൻ, സ്തോത്രം, 40 ലക്ഷത്തോളം വരുന്ന 25 ലക്ഷത്തിലധികം വരുന്ന ജനത്തെയും വിളിച്ചിറക്കിക്കൊണ്ട്, ആമേൻ, സ്തോത്രം, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഭാഗമാണ്. ആമേൻ, ഉൽപ്പത്തി പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ 46-ാം അധ്യായത്തിനകത്ത് ഒരിക്കൽ ഇസ്രായേലിനോട്, ആമേൻ, സ്തോത്രം, യാക്കോബിനോട്, ആമേൻ, രാത്രിയിൽ കിടന്നുറങ്ങിയ ഭക്തനാകുന്ന യാക്കോബിൻ്റെ അടുക്കൽ സ്വർഗത്തിലെ ദൈവം ദർശനത്തിൽ ഇറങ്ങി വന്നിട്ട് പറയുക, യാക്കോബേ, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് കൊണ്ടുപോകും. എൻ്റെ കൂടെ നിങ്ങൾ വരണേ. ഞാൻ ഇച്ചിരി സ്പീഡായിട്ടാണ് പോകുന്നത്. ഇനി ഒരു 30 മിനിറ്റ് എൻ്റെ മുൻപിലുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി ആമേൻ വേഗത്തിൽ ഞാൻ ഓടുകയാണ്. ആമേൻ, സ്തോത്രം. ആമേൻ, യാക്കോബിനോട് ഒരു സ്വപ്നത്തിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങിയിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് കൊണ്ടുപോകും. എൻ്റെ ചോദ്യം, എൻ്റെ പൊന്നു കർത്താവേ, എന്തിനാ ഈ യാക്കോബിനെ ഇസ്രായേൽ എന്ന നാമകരണം ലഭിച്ച, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന നാമകരണം ലഭിച്ച, ആമേൻ, സ്തോത്രം, ഈ യാക്കോബിനെ, ഇസ്രായേലിനെ എന്താ കർത്താവേ മിസ്രയീമിലേക്ക് കൊണ്ടുപോകുന്നത്? മിസ്രയീം എന്ന് പറയുന്നത് കഠിന ശോധനയുടെ ഇടമാണ്. മിസ്രയീം എന്ന് പറയുന്നത്, ആമേൻ, പ്രവാചക പുസ്തകങ്ങളിൽ മിസ്രയീമിനെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആമേൻ, ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ തീച്ചൂളയ്ക്കകത്തിട്ട് ദ്രാവക രൂപത്തിൽ പുറത്തെടുക്കുന്ന ഇരുമ്പ് തീച്ചൂളയുടെ അനുഭവമാണ് മിസ്രയീം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, എൻ്റെ പൊന്നു കർത്താവേ, എന്തിനാണ് ഇങ്ങനെ ഇരുമ്പ് തീച്ചൂളയുടെ അനുഭവത്തിനകത്തേക്ക്, കഠിനമേറുന്ന ശോധനകളുടെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുന്ന ഇസ്രായേലിനെ തള്ളിവിടുന്നതെന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോഴേ എന്നോട് സ്വർഗത്തിലെ ദൈവം മറുപടി പറഞ്ഞു, മോനെ, തൊട്ടടുത്ത വാക്യത്തിൽ അതിനുള്ള മറുപടി ഉണ്ട്. എന്നാന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, യാക്കോബേ, ആമേൻ, നീ, ആമേൻ, മിസ്രയീമിലേക്ക് പോകാൻ ഭയപ്പെടണ്ട. അവിടെ വെച്ച് ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. എവിടെ വെച്ചാ? നിന്റെ ശോധനകളുടെ നടുവിൽ വെച്ച്, നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ വെച്ച്, ആമേൻ, നീ ഇല്ലാതാകുമെന്ന് തോന്നുന്ന ഇരുമ്പ് തീച്ചൂളയുടെ അനുഭവങ്ങളുടെ നടുവിൽ വെച്ച് നിന്നെ ഇല്ലാതാക്കി കളയുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. അതിൻ്റെ നടുവിൽ നിന്നെ വളർത്താൻ കഴിവുള്ള വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ഒരാമേൻ പറഞ്ഞ്, ഇന്നലകളുടെ പ്രതിസന്ധികളുടെ അകത്ത് വളർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, തീച്ചൂളകളുടെ നടുവിൽ, ആമേൻ, സ്തോത്രം, ഉയർത്തുവന്നാരെങ്കിലും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ. പ്രതിസന്ധികൾ, ആമേൻ, പ്രതികൂലങ്ങൾ നമ്മെ തകർക്കാനല്ല. ആമേൻ, ഇസ്രായേലേ, അവിടെ വെച്ച്, എവിടെ വെച്ചാ? ഫറവോന്റെ, ആമേൻ, സ്തോത്രം, ആധിപത്യങ്ങൾ എത്ര വലുതായാലും, ഊഴിയ വിചാരകന്മാർ നിങ്ങളെ എത്ര പീഡിപ്പിച്ചാലും, പീഡനങ്ങൾ ഏറി വരും തോറും, പ്രതിസന്ധികൾ ഏറി വരും തോറും, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, അവർ പെരുകി ബലപ്പെട്ടു, അവർ വർദ്ധിച്ചു. ആമേൻ, പറയാമോ? അവർ പെരുകി, അവർ ബലപ്പെട്ടു, അവർ വർദ്ധിച്ചു. അങ്ങനാണെങ്കിൽ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ വളർത്തുന്ന ഒരു കർത്താവുണ്ട്. പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ വളർത്തുന്ന ഒരു ദൈവം. എന്നിട്ട് യാക്കോബിനോട് പറയാ, യാക്കോബേ, ഒന്ന് ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് കൊണ്ടുപോകും. എന്തിനാ കർത്താവേ? നിന്നെ വലിയ ജാതിയാക്കാൻ. ആമേൻ. അതിൻ്റെ അർത്ഥം, കുഞ്ഞെ, അനുകൂല സാഹചര്യത്തിൽ ഇട്ടല്ല ദൈവം നമ്മെ വളർത്തുന്നേ,
പ്രതികൂലത്തിനകത്തിട്ട് ദൈവം നമ്മെ വളർത്തുന്നേ. ആമേൻ. എന്നിട്ട് അടുത്തൊരു വാക്ക് കേട്ടോണേ, ആമേൻ, ഞാൻ നിന്റെ കൂടെ വരുമെന്ന്. അതിൻ്റെ അർത്ഥം ഈ പ്രതിസന്ധിയിലേക്ക്, ഉമിത്തി പോലെ നീറുന്ന ഈ ശോധനകളുടെ നടുവിലേക്ക്, ഇരുമ്പ് തീച്ചൂളയുടെ അനുഭവത്തിലേക്ക്, ഇസ്രായേലേ, നിന്നെ ഒറ്റയ്ക്ക് വിടുന്ന ദൈവമല്ല ഞാൻ, നിന്റെ കൂടെ വരുന്നൊരു സ്വർഗത്തിലെ ദൈവം. അത് അനുഭവിച്ചവരാരേലും ഉണ്ടോ? അവൻ എരിയുന്ന തീച്ചൂളയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിച്ചെന്ന് പറഞ്ഞാലും ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ മാറി നിൽക്കുന്ന ഒരു ദൈവത്തെയല്ല നീ ആരാധിക്കുന്നത്. നിന്റെ തീച്ചൂളകളുടെ നടുവിൽ 4-മനായി ഇറങ്ങി വരാൻ കഴിവുള്ള അനുഭവിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കാരമടിച്ചു ദൈവത്തിന് ആരാധന കൊടുക്കുക. അവൻ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കാൻ കഴിവുള്ള ഒരു സർവശക്തൻ. ഹല്ലേലൂയ. ഞാൻ നിന്റെ കൂടെ വരുന്ന ദൈവമാണ്. ആമേൻ. 1, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് കൊണ്ടുപോകും. 2, ഞാൻ അവിടെ വെച്ച് നിന്നെ വലിയ ജാതിയാക്കും. 3, ഞാൻ നിന്റെ കൂടെ വരും. ആമേൻ. 4, ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുവരുമെന്ന്. ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുവരുമെന്ന്. അതിൻ്റെ അർത്ഥം, ആമേൻ, യാക്കോബേ, എന്നും നിനക്ക് ഈ പ്രതിസന്ധി അല്ലടാ, എന്നും നിനക്ക് ഈ ഇരുമ്പ് തീച്ചൂളയുടെ അനുഭവം അല്ല, ഇവിടുന്ന് നിനക്കൊരു മടങ്ങി വരവുണ്ട്. ആരോ പറയുന്നുണ്ട്, പാസ്റ്ററേ, എനിക്കിതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റുമോ? ഈ പ്രതിസന്ധികൾക്കൊരന്ത്യം ഉണ്ടാകുമോ? അവൻ ഇന്നത്തെ പ്രതികൂലങ്ങൾക്കും അവൻ ശോധനകൾക്കും ഒരന്ത്യമുണ്ടാകുമോ എന്ന് ചോദിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞാനൊരു ദൂത് കൈമാറാം. ഉണ്ട് കുഞ്ഞ്, നിനക്കൊരു മടങ്ങി വരവുണ്ട്. 40 ദിവസത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷം, 40 ദിവസത്തെ മരുഭൂമി ആ വാസത്തിന് ശേഷം, കാട്ടുമൃഗങ്ങളോടൊത്തുള്ള വാസത്തിന് ശേഷം, ചുട്ടുപടുത്ത മണരാരണ്യത്തിൽ കൂടി യേശു കർത്താവ് നടന്നതിന് ശേഷം 40 ദിവസങ്ങൾ കഴിഞ്ഞ് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അവൻ ആത്മാവിന്റെ ശക്തിയോട് ഗലീലയിലേക്ക് മടങ്ങി വന്നെന്ന്. അതിന്റെ അർത്ഥം, കുഞ്ഞ്, ഇന്നത്തെ പരിശോധനകളുടെ അകത്ത് നിന്ന്, ഇന്നത്തെ പരീക്ഷണങ്ങളുടെ അകത്ത് നിന്ന് നിനക്കൊരു മടങ്ങി വരവുണ്ട്. ആമേൻ. ഇങ്ങനെ മടക്കി വരുത്താൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം മോശ എന്ന് പറയുന്ന ഒരു ഭക്തനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഭക്തനാകുന്ന മോശയെ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിച്ചു. കേട്ടോണേ, ഒത്തിരി വിശദീകരിക്കാനുണ്ടെങ്കിലും നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഭാഗം മാത്രം പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുക. മോശ ഇങ്ങനെ ഈ 25 ലക്ഷത്തിലധികം വരുന്ന, 40 ലക്ഷത്തോളം വരുന്ന ജനത്തെയും വിളിച്ചിറക്കിക്കൊണ്ട് അവൻ ചെങ്കടലിൻ്റെ നേരെ ഓടി വരികയാണ്. ചെങ്കടൽ തൻ്റെ മുൻപിൽ വിഭാഗിക്കപ്പെട്ടു. ആമേൻ, സ്തോത്രം. മോശയും ഇസ്രായേൽ ജനവും അക്കരെ എത്തി. എൻ്റെ ചോദ്യം, മോൻസി പാസ്റ്ററേ, ആമേൻ, ഞാൻ പലപ്പോഴും പ്രാർത്ഥനാമുറിയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ പൊന്നു മോശയപ്പച്ച, ഇങ്ങനെ ചെങ്കടലിൻ്റെ നേരെ ഓടാൻ എവിടുന്ന ഈ ധൈര്യം? കാര്യം, 40 കൊല്ലം മിസ്രൈമിലും 40 കൊല്ലം മിദ്യാനിലും പാർത്ത മോശയ്ക്ക് മിസ്രൈമിന്റെ ഭൂപ്രകൃതികൾ മുഴുവൻ അറിയാം. വടക്കെന്താണെന്നും കിഴക്കെന്താണെന്നും തെക്കെന്താണെന്നും പടിഞ്ഞാറെന്താണെന്നും മോശയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി എൻ്റെ ചോദ്യം, വഴി മുടക്കി നിൽക്കുന്ന പ്രതിസന്ധികളുടെ നേരെ ഓടാൻ ആരെങ്കിലും തയ്യാറാവോ? എൻ്റെ ചോദ്യം, മോൻസി പാസ്റ്ററേ, മുൻപിൽ വഴിയില്ലെന്നറിഞ്ഞാൽ വഴിയില്ലാത്തതിൻ്റെ നേരെ ഓടാൻ ആരെങ്കിലും തയ്യാറാവോ? ഇല്ല. ഞാൻ ചോദിച്ചു, മോശപ്പച്ച, ഈ ചെങ്കടലിന്റെ നേരെ ഓടാൻ അങ്ങേ പ്രേരിപ്പിച്ച ഘടകം എന്താ? അത് ഒറ്റയ്ക്കല്ല, 25 ലക്ഷത്തിലധികം വരുന്ന ജനത്തെയും വിളിച്ചിറക്കിക്കൊണ്ട്. ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോഴേ എൻ്റെ പ്രാർത്ഥനാമുറിയിൽ ഞാൻ മുഴങ്ങിക്കേട്ടൊരു ശബ്ദം ഇങ്ങനെയാ, മോനെ, നീ കാണുന്നത് മോശ ചെങ്കടലിന്റെ നേരെ ഓടുന്നതാ. പക്ഷേ അവൻ ഓടുന്നത് ചെങ്കടലിന്റെ നേരെയല്ല, മറിച്ച് ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് പറഞ്ഞ് മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും അവനെ വിളിച്ചിറക്കിയ എൻ്റെ പിന്നാലെ അവൻ ഓടുന്നേ. അതിൻ്റെ അർത്ഥം, കുഞ്ഞെ, ദൈവത്തിന്റെ പിന്നാലെ ഓടുന്നവൻ ഏത് വഴി മുടക്കി നിൽക്കുന്ന പ്രതിസന്ധികളുടെ നേരെയും ഓടിക്കേറാൻ ധൈര്യമുള്ളവനായിരിക്കും. ആമേൻ. ദൈവത്തിന്റെ പിന്നാലെ ഓടുന്ന മോശയ്ക്കൊന്നറിയാം, വഴിമുടക്കി നിൽക്കുന്ന ഇതേ പ്രതിസന്ധികളുടെ അകത്ത് ഒരു വഴി ഒരുക്കിയിടാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. നോക്കണേ, ആമേൻ. ചെങ്കടലിന്റെ നടുവിൽ ഒരു ചെങ്കൽപാത ഒരുങ്ങി. ഇവരക്കരെ എത്തി. അക്കരെ എത്തിക്കഴിഞ്ഞ് വേഴ്സസ് 22 ഒന്നിടണേ. എക്സോഡസ് 15 വേഴ്സസ് 22. അക്കരെ എത്തിക്കഴിഞ്ഞ് ഇവർ പാട്ടൊക്കെ പാടി മുന്നോട്ട് പോകുമ്പോഴേ മിരിയാം തപ്പൊക്കെ എടുത്തു, ആമേൻ, കിന്നരമൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടി മുന്നോട്ട് പോകുമ്പം ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്ത് ചക്കര എത്തിയപ്പം, ആമേൻ, അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ
വെള്ളം കിട്ടാതെ അവർ സഞ്ചരിച്ചു. നിങ്ങൾ കേൾക്കണേ, ഇവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ ഈ ജനം സഞ്ചരിക്കാൻ തുടങ്ങി. ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി 3 ദിനരാത്രങ്ങൾ ഈ ജനം അലഞ്ഞു തിരിഞ്ഞു നടന്നു. പക്ഷേ ആമേൻ, അടുത്ത വാക്ക് 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മാറയിലെത്തിയാറേ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ശ്രദ്ധിച്ചോണേ, മാറയിലെത്തിയാറേ മാറയിലെ വെള്ളം കുടിപ്പാൻ ആർക്ക് കഴിഞ്ഞില്ല? ഇസ്രായേലിന് കഴിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം മോൻസി പാസ്റ്ററേ, 3 ദിവസത്തെ അലച്ചിലിന് മറുപടി കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കിട്ടി. 3 ദിവസത്തെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ലഭിച്ചു. 21 ദിവസം ഉപവസിച്ചതിനും 40 ദിവസം ഉപവസിച്ചതിനും 3 ദിവസം ഉപവസിച്ചതിനുമൊക്കെ മറുപടി ലഭിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ലഭിച്ചു. പക്ഷെ കുടിക്കാൻ പറ്റാത്ത കയ്പുള്ള ചില മറുപടികളാണ് ലഭിച്ചത്. ആരോ പറയുന്നുണ്ട്, എനിക്ക് പ്രാർത്ഥിച്ചു തുറന്ന വഴിയാ, പക്ഷേ കുടിക്കാൻ കഴിയാത്ത നിലകളിൽ കയ്പേറിയ ചില അനുഭവങ്ങൾ അതിൻ്റെ പിൻപിലുണ്ട്. അങ്ങനെ പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അതേ മാറയെ മധുരമാക്കാൻ കഴിവുള്ള ഒരു സർവശക്തൻ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ആരോ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിന് തുറന്ന വഴികൾ, എനിക്ക് തുറന്ന വഴികൾ എവിടെയോ കയ്പുള്ളതായി തുടരുമ്പോൾ, എവിടെയോ കയ്പിന്റെ അനുഭവങ്ങൾ അവൻ നൽകി തരുമ്പോൾ, ഇന്ന് പകലിൽ അവൻ ഒരു ദൂത് ഞാൻ കൈമാറാം. അതേ മാറയെ വളരെ പ്രതീക്ഷയോടാണ് അച്ഛാ ഇവർ ഓടിച്ചെന്നത്. വളരെ പ്രതീക്ഷയോടാണ്, ഒത്തിരി ആവേശത്തോടുകൂടി 3 ദിവസം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ഈ ജനം മാറയിലോട്ട് ഓടിച്ചെന്ന് അവൻ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് അണ്ണാക്കിലോട്ട് ഒഴിച്ചപ്പോൾ ഇവർ പറഞ്ഞു കാണും, അയ്യോ ഇത് കയ്പാ, ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റിയല്ല, ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റിയല്ല. മറുപടി ലഭിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതിനും നിനക്ക് മറുപടി ലഭിച്ചു. പക്ഷെ കയ്പുള്ള മറുപടികൾ, നിനക്ക് അവൻ രുചിച്ചറ കഴിയാത്ത കൈപ്പേറിയ മറുപടികൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണല്ലോ. അല്പനിമിഷങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജിസിനെ മോളെ, ദൈവം നിന്നെ തൊടുന്നൊരു കാഴ്ച എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏതൊക്കെയോ ചില കയ്പിന്റെ മേഖലകളെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി മധുരമാക്കി മാറ്റുന്നെന്ന് കരമടിച്ച് അല്പ നിമിഷങ്ങൾ ദൈവത്തിന് ആരാധന കൊടുത്ത് ആരോ വലിച്ചു കുടിക്കുന്ന ചില കയ്പിന്റെ ഉറവകളെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി മധുരമാക്കാൻ പോവുക. ആമേൻ, ഹല്ലേലൂയ. കേട്ടോണേ, കുടിക്കാൻ കഴിയാത്ത നിലകളിൽ കയ്പുള്ള ഈ വെള്ളം, ആമേൻ, അതുകൊണ്ട് അവര് അതിന് മാറ എന്ന് പേരിട്ടു. വേഴ്സ് 24 24-ാമത്തെ വാക്യം, അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുക്കാൻ തുടങ്ങി. കേട്ടോണേ, ഈ ജനം ഇന്നലെ വരെ 21-ാമത്തെ വാക്യം വരെ തപ്പെടുത്ത് നൃത്തം ചെയ്ത് മോശയുടെ ദൈവം വലിയവനാണെന്നും ആമേൻ സ്തോത്രം, യഹോവ മഹോന്നതനാണെന്നും സർവശക്തനാണെന്നും ഫറവോനെ സൈന്യത്തെയും ആടിയുടെ ആഴങ്ങളിൽ തള്ളിയിട്ടെന്നും ഒക്കെ പറഞ്ഞ് ആരാധിച്ച് തപ്പെടുത്ത് മിര്യാമിൻ്റെ കൂടെ നൃത്തം ചെയ്ത ഈ ജനം കയ്പ് വന്നപ്പോൾ പിറുപിറുക്കാൻ തുടങ്ങി. ആമേൻ സ്തോത്രം. ഇവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, അവൻ യഹോവയോട് 25 ലക്ഷത്തിലധികം വരുന്ന 40 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ മക്കൾ മോൻസി പാസ്റ്ററെ ചുറ്റും നിന്ന് പിറുപിറുത്തോണ്ടിരിക്കുമ്പം ഒരുവൻ പ്രാർത്ഥിക്കുക. സ്വോത്രം സ്വോത്രം സ്വോത്രം. കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. 10 പേരുള്ള കമ്മിറ്റിക്കാര് എന്തേലുമൊക്കെ പറയുമ്പോഴത്തേക്കിന് പാസ്റ്ററെ മുട്ടടിക്കും. ആമേൻ ആമേൻ. ആരേലുമൊക്കെ സഭയ്ക്കകത്ത് ഒന്നെതിരായി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം. ആസ് എ ലീഡർ അല്ലേ പാസ്റ്ററെ, നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോവും. പക്ഷേ നോക്ക്, 25 ലക്ഷത്തിലധികം വരുന്ന ജനം പിറുപിറുത്തിട്ടും മോശ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ നിന്ന് പ്രാർത്ഥിക്കുക. ഈ ഒരാൾ ഇവിടെ ഇരുന്ന് അലച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡ് ആവും അല്ലേ? എൻ്റെ പ്രസംഗമാണ് ആമേൻ, ഇങ്ങനെ ഒന്ന് പറയും, മിണ്ടാതിരിക്കാൻ പറയല്ലേ, കാര്യം നമുക്കൊരു കോൺസെൻട്രേഷൻ ഒന്നും കിട്ടത്തില്ല. എൻ്റെ പൊന്നച്ച, 25 ലക്ഷത്തിലധികം വരുന്ന ജനം, 40 ലക്ഷത്തോളം വരുന്ന ജനം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എത്രയും അത് കാണുമെന്ന്. മോശയുടെ ചുറ്റും നിന്ന് പിറുപിറുക്കുമ്പോൾ മോശ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ സ്വസ്ഥമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുക.
ഞാൻ ചോദിച്ചു, എങ്ങനെ കഴിയുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ? എന്നോട് സ്വർഗത്തിലെ ദൈവം ഇടപെട്ട മറുപടി, ആമേൻ, പുറപ്പാട് 33:14, മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് thee. എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും. അടുത്ത വാക്ക് കേട്ടോണ്, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത തരുമെന്ന്. അതിൻ്റെ അർത്ഥം, ആമേൻ, 10-30 ലക്ഷം ജനം പിറുപിറുത്തെന്ന് പറഞ്ഞാലും, ആരെല്ലാം നിനക്കെതിരെ നിന്നെന്ന് പറഞ്ഞാലും, ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഏത് പിറുപിറുപ്പിന്റെ നടുവിലും സ്വസ്ഥമായി നിന്ന് പ്രാർത്ഥിക്കുന്ന മോശ. സാന്നിധ്യം കൂടുണ്ടോ, ഏത് പിറുപിറുപ്പിന്റെ നടുവിലും നീ സ്വസ്ഥമായിട്ടിരിക്കും. ഏത് പ്രതിസന്ധികളുടെ നടുവിലും നിന്നെ സ്വസ്ഥമാക്കി നിർത്തുന്ന ഘടകം എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യ. ഈ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയുള്ള മോശ 25 ലക്ഷത്തോളം വരുന്ന ജനം പിറുപിറുത്തോണ്ട് നിൽക്കുമ്പം മോശ യഹോവയോട് അപേക്ഷിച്ചു. അടുത്ത വാക്ക് കണ്ടോണേ, യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആർക്കാ? മോശയ്ക്ക്. എൻ്റെ ചോദ്യം, കുഞ്ഞെ, 25 ലക്ഷത്തിലധികം വരുന്ന 40 ലക്ഷത്തോളം വരുന്ന ജനത്തിന് ഈ വൃക്ഷം കാണാൻ കണ്ണില്ലേ? ഹലോ, എന്റെ കൂടെ നിങ്ങളുണ്ടോ? 40 ലക്ഷത്തോളം വരുന്ന ഈ ജനത്തിന് മാറയുടെ അരികിൽ നിൽക്കുന്ന, മാറയെ മധുരമാക്കാൻ കഴിവുള്ള ഈ വൃക്ഷം കാണാൻ കണ്ണില്ലേ? നിങ്ങളെല്ലാവരും എന്നെ കാണുന്നുണ്ടോ? അതോ കണ്ണാടി വെച്ചവർ മാത്രമേ എന്നെ കാണുന്നുള്ളൂ? അല്ലല്ലോ, എല്ലാവരും എന്നെ കാണുന്നില്ലേ? എൻ്റെ ചോദ്യം, എല്ലാവർക്കും കാണാൻ കണ്ണില്ലേ ആ വൃക്ഷത്തെ? പാസ്റ്ററെ, എല്ലാവരും കണ്ടോണ്ടിരിക്കുന്ന അതേ വൃക്ഷത്തെ പ്രാർത്ഥിച്ച മോശയുടെ മുൻപിൽ ഒരു സൊല്യൂഷനാക്കി ദൈവം വെളിപ്പെടുത്തിയെന്ന് എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ അർത്ഥം ഇന്ന് പകലിൽ ഞാനൊരു ദൂത് ദൈവസഭയോട് കൈമാറാം. പ്രാർത്ഥിക്കുന്നവന്റെ കണ്ണുകൾക്ക് ദൈവം ചിലത് തുറന്നു കൊടുക്കും. പ്രാർത്ഥിക്കുന്നവന്റെ കണ്ണുകൾക്ക് ദൈവം ചില സൊല്യൂഷനുകളെ തുറന്നു കൊടുക്കും. മറ്റാർക്കും കാണാൻ കഴിയാത്ത, മറ്റാരുടെയും കണ്ണിന് വെളിപ്പെടാത്ത ചില സൊല്യൂഷനുകൾ നിന്റെ കണ്ണുകൊണ്ട് നീ കാണണമെങ്കിൽ പിറുപിറുക്കുന്നവർക്കല്ല സ്വർഗത്തിലെ ദൈവം സൊല്യൂഷനുകളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഏത് പിറുപിറുപ്പിന്റെ നടുവിലും, ഏത് മാറയുടെ നടുവിലും, ഏത് കയ്പിന്റെ നടുവിലും മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്റെ കണ്ണുകളിൽ അവൻ ചില സൊല്യൂഷനുകളെ തുറക്കും. ആമേൻ. പ്രാർത്ഥിച്ച മോശയുടെ കണ്ണിൽ ആ സൊല്യൂഷൻ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി. അതുകൊണ്ട് ആവർത്തന പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഇങ്ങനൊരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വാക്യം. ആമേൻ. മോശയ്ക്ക് തൻ്റെ വഴികളെയും ഇസ്രായേലിന് തൻ്റെ അത്ഭുതങ്ങളെയും അവൻ കാണിച്ചു കൊടുത്തെന്ന്. എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് വഴി അറിയണോ അതോ അത്ഭുതം വേണോ? കേട്ടില്ല. നിങ്ങൾക്ക് വഴി അറിയണോ അതോ അത്ഭുതം വേണോ? വഴി അറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ വഴികൾ നിനക്കറിയണമെങ്കിൽ, ആമേൻ, ദൈവം നിന്നെ കാണിക്കുന്നത് നിനക്കറിയണമെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും മുഴങ്കാൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അതുകൊണ്ടാണെന്ന് ആമേൻ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വിരുന്നുവാഴി അടക്കം ശിഷ്യന്മാരടക്കം ആ വീട്ടിലെ മണവാളനും ആ വീട്ടിൽ വന്ന വിരുന്നുകാർ മുഴുവനും ആമേൻ ആ നല്ല വൈൻ എടുത്ത് കുടിച്ചിട്ട് അവര് പറഞ്ഞു, യോ ഇത്രയ്ക്ക് ശ്രേഷ്ഠകരമായത് നീ അവസാനം വരെ എവിടെ വെച്ചെന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോഴേ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്കെഴുതി വെച്ചിട്ടുണ്ട്. ഈ വീഞ്ഞ് എവിടെ നിന്ന് വന്നു എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വേറെ ആരും അറിഞ്ഞില്ലെന്ന്. വായിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം, തമ്പുരാന്റെ വാക്കിനെ അനുസരിക്കാൻ നീ തയ്യാറാണെങ്കിൽ, തമ്പുരാൻ പറയുന്ന വാക്കുകളുടെ പിന്നാലെ നീ സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ, വെറും അത്ഭുതം കണ്ട് മടങ്ങാനല്ല കുഞ്ഞെ ദൈവം നിന്നെ വിളിച്ച് അത്ഭുതത്തിന്റെ ഉറവിടം തിരിച്ചറിയാനാ. അത്ഭുതത്തിന്റെ വഴി അറിയണോ? പ്രതിസന്ധികളുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. എൻ്റെ ചിന്ത എന്ന് പറയുന്നത്, ആമേൻ, കർമ്മേലിന്റെ മലയുടെ മുകളിൽ കാൽമുട്ടികളുടെ ഇടയിൽ തല തിരികെ കയറ്റി വെച്ച് ഭക്തനാകുന്ന ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. ഉച്ചവരെ ചാടിയും തുള്ളിയും ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാർ ദേഹം ആമേൻ മുറിവേൽപ്പിച്ചുമൊക്കെ പ്രാർത്ഥിച്ചിട്ടും
ഇറങ്ങി വരാത്തൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഭക്തന്റെ പ്രാർത്ഥനയിൽ കർമ്മേലിൻ്റെ മലയുടെ മുകളിൽ ഇറങ്ങി വരികയാണ്. കാൽമുട്ടുകളുടെ ഇടയിൽ തല തിരുകി കയറ്റി വെച്ചിട്ട് ഏലിയാവ് പ്രാർത്ഥിച്ചിട്ട് അഹാബിനോട് ചെന്ന് പറയുന്നൊരു വാക്കുണ്ട് മോൻസി പാസ്റ്ററെ. എന്നാ പറഞ്ഞെന്നറിയാമോ? അഹാബേ, ഞാൻ വലിയൊരു മഴയുടെ മുഴക്കം. നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഞാൻ വലിയ ഒരു മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം, എൻ്റെ പൊന്നഹാബേ, നിനക്കിത് കേൾക്കാൻ ചെവിയില്ലേ? ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? ആഹാബിന് കേൾക്കാൻ ഇത് ചെവിയില്ലേ? നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പ്രസംഗിക്കുന്നേ. ഓക്കെ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് കേൾക്കുന്നില്ലെന്നാ തോന്നുന്നേ. സഹോദരം, കൂടെ ഉണ്ടോ നിങ്ങൾ? അഹാബേ, നിനക്കിത് കേൾക്കാൻ? എൻ്റെ ചോദ്യം, കിച്ചണറിൽ ഒരു മഴയുടെ മുഴക്കം ഉണ്ടായ ഞാനും മോൻസി പാസ്റ്റർ മാത്രമേ കേൾക്കത്തുള്ളൂ, അതോ നമ്മളെല്ലാവരും കേൾക്കുമോ? പറയുന്നേ, എല്ലാവരും കേൾക്കും. പക്ഷേ ഏലിയാവേ, നിനക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ചില മുഴക്കങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുന്നവൻ്റെ കാതുകൾ മാത്രം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്നവൻ്റെ കണ്ണുകൾ മാത്രം കാണുന്ന ചില കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞാൽ, ചില മുഴക്കങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് പകലിലൊന്ന് കരമുയർത്തി, കർത്താവേ, ആ മുഴക്കത്തിന് വേണ്ടി, ആ കാഴ്ചയ്ക്ക് വേണ്ടി എൻ്റെ കണ്ണിനെ ഞാൻ വിട്ടുതരികയാ, എൻ്റെ കാതുകളെ ഒന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കാൽമുട്ടുകളുടെ ഇടയിൽ തല തിരികെ കയറ്റി വെച്ച് പ്രാർത്ഥിച്ച ഏലിയാവിനെ പോലെ പ്രാർത്ഥനയുടെ അനുഭവം മറ്റാർക്കും കാണാൻ കഴിയാത്ത, മറ്റാർക്കും കേൾക്കാൻ കഴിയാത്ത, മറ്റാർക്കും അനുഭവിക്കാൻ കഴിയാത്ത ദൈവിക വിടുതലുകളുടെ വഴികളെ പ്രാർത്ഥിക്കുന്നവന്റെ കണ്ണുകളിൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തും. കരമുയർത്തി ഒരു ആമേൻ പറ. കരം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നവരുണ്ടെങ്കിൽ ഒന്ന് ശക്തിയോടെ ഉയർത്തി, തലയ്ക്ക് മീതെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കേട്ടോണേ, പ്രാർത്ഥിക്കുന്നവന്റെ കണ്ണിന് ആമേൻ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. എന്നെ പറ്റിയെന്നറിയാമോ? അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരായി. വെള്ളം മധുരായി. വിശദീകരിക്കാൻ നേരമില്ല, ഇനി ഒരു 10 മിനിറ്റ്സ് ഇവിടെ ഉള്ളൂ. ഓടി ഞാൻ അവസാനിപ്പിക്കുക. അവൻ ആ വൃക്ഷം എടുത്ത് വെള്ളത്തിലിട്ടപ്പോൾ ആ വെള്ളം മധുരായി തീർന്നു. മോനെ, കീസ് വായിക്കുന്ന മോൻ ഒന്ന് വരണേ. നമ്മളൊരു പാട്ട് പാടി അവസാനം ഒന്ന് കർത്താവിനെ ആരാധിക്കുകയും കൂടെ ചെയ്യാൻ പോവാം. അവൻ ഓടി വരണേ. അവൻ പാടുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൂടെ വന്നു നിന്നു. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. നോക്കണേ, അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി. ആമേൻ. നോക്ക്, വെട്ടിയെറിയപ്പെട്ട വൃക്ഷത്തിൻ്റെ കൊമ്പ് ക്രിസ്തുവാണെന്നും, ആമേൻ, ഏത് മാറയെയും മധുരമാക്കുന്ന കൊമ്പ് ക്രിസ്തുവാണെന്നും ഒക്കെ ഒത്തിരി ദൂതുകൾ, അതിനകത്തോട്ടൊന്നും വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല. പക്ഷെ നോക്കണേ, ഈ വൃക്ഷത്തിൻ്റെ കൊമ്പെടുത്ത് വെള്ളത്തിലിട്ടപ്പം വെള്ളം പെട്ടെന്ന് മധുരമായി. പാസ്റ്ററെ, മോശയെ ഈ 40 ലക്ഷത്തിൻ്റെ ജനം പിറുപിറുത്തോണ്ടിരിക്കുമ്പം ഈ മോശ പ്രാർത്ഥിച്ചത് ഇങ്ങനെ ആയിരിക്കും. എൻ്റെ ചിന്തയാണ്, മാനുഷികമായി മോശ പ്രാർത്ഥിച്ചത് ഇങ്ങനെ ആയിരിക്കും. എൻ്റെ പൊന്നു കർത്താവേ, കുടിക്കാൻ പാകത്തിനെങ്കിൽ ഈ വെള്ളം ഒന്ന്, ഇവന്മാര് കടന്ന് പിറുപിറുക്കുക, ഒന്നുമില്ലേലും ഒന്ന് കുടിക്കാൻ പാകത്തിന് ഈ വെള്ളം ഒന്നാക്കി തരണേന്നായിരിക്കും മോശയുടെ പ്രാർത്ഥന. പക്ഷേ മോശേ, നീ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി കുടിക്കാൻ പാകത്തിനല്ല മോനെ. പിറുപിറുത്ത ജനം ആമൻ വായിലോട്ട് വെച്ചിട്ട് പറയും, അയ്യോ മോശപ്പച്ച, ഇതെങ്ങനെ സംഭവിച്ചേ? ഇത് മധുരമുള്ള വെള്ളവാ. നീ പ്രതീക്ഷിക്കുന്ന നോർമൽ വിടുതലല്ല, ചിലത് എക്സ്ട്രാ ഓർഡിനറി ആയി. വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ പ്രതീക്ഷകൾക്കപ്പുറം, നിന്റെ ചിന്തകൾക്കപ്പുറം, നിന്റെ വിചാരങ്ങൾക്കപ്പുറം ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒന്ന് കരമടിച്ച് ആ ദൈവത്തിന് ആരാധന കൊടുക്കാൻ. Yes, in the name of Jesus. കരമടിച്ച് അല്പനിമിഷങ്ങൾ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറം, നീ പ്രതീക്ഷിക്കുന്നത് ഒരു നോർമൽ വിടുതലാണെങ്കിൽ കുഞ്ഞെ, നിന്റെ പ്രതീക്ഷകൾക്കപ്പുറം ചെയ്യാൻ. കേട്ടോണേ, കേട്ടോണേ, കേട്ടോണേ. എല്ലാരും ഇങ്ങനെ പാസ്റ്ററെ ഈ നല്ല വെള്ളം ഇങ്ങനെ കുടിച്ച്, മധുരമായ വെള്ളമൊക്കെ കുടിച്ച് ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുമ്പോഴേ
ഞാൻ ഈ ഭാഗം ഇങ്ങനെ ചിന്തിച്ച് പഠിച്ചപ്പോഴേ ഒരാൾ മാത്രം വാടി നിൽക്കുക, ഒരാൾ മാത്രം ഇച്ചിരി തകർന്ന് മിണ്ടാതെ ഒരാൾ മാത്രം നിൽക്കുക. ഞാൻ നോക്കിയപ്പോ ആരാന്നറിയാവോ? മാറയിൽ നിൽക്കുന്ന ഈ വൃക്ഷം, മാറയിൽ നിൽക്കുന്ന ഈ വൃക്ഷം. പക്ഷേ ഈ വൃക്ഷത്തിന് മിണ്ടാൻ വല്ല കഴിവുണ്ടായിരുന്നെങ്കിൽ, വൃക്ഷത്തിനെ സംസാരിക്കാൻ വല്ല കഴിവുണ്ടായിരുന്നെങ്കിൽ, വൃക്ഷം കർത്താവിനോട് ചോദിച്ചേനെ, എൻ്റെ പൊന്നു കർത്താവേ, ഏതോ ഒരു വിത്തിനകത്തുന്നേ എൻ്റെ തായ്വേരുകൾ ആദ്യമായിട്ട് മണ്ണ് തുളച്ച് താഴോട്ട് പോയപ്പോഴേ ഇതേ കയ്പി നല്ലേ കർത്താവേ ഞാൻ കുടിച്ചേ. കൂടെ വരുന്നുണ്ടോ? പക്ഷേ എല്ലാരും കാണുമ്പോ ഞാനിപ്പോ ഒരു വലിയ വാടവൃക്ഷമായിട്ടൊക്കെ നിപ്പോണ്ട്. Everybody is praising me right now because I became the solution. ഞാനാ ഇപ്പം മറുപടിയായി മാറിയേ. എല്ലാരും ഇപ്പം ഭയങ്കരമായിട്ട് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, നീ ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ തായ്വേരുകൾ വലിച്ചു കുടിച്ച കൈപ്പാരും കണ്ടില്ല കേട്ടോ. വടവൃക്ഷം പോലെ ഈ വൃക്ഷം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴുവേ ശാഖകളൊക്കെ വന്ന് ഫലമൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് ഈ വൃക്ഷം നിൽക്കുമ്പം, ജോസഫ് ബ്രദറെ, തായ്വേരുകൾ വലിച്ചു കുടിച്ച കയ്പിന്റെ ഉറവകൾ ആരും കണ്ടില്ല. വൃക്ഷം ചോദിക്കുക, എന്തിനാ കർത്താവേ ജനിച്ച നാൾ മുതൽ ഞാൻ ഈ കയ്പ് കുടിച്ചേ? കർത്താവിന് പറയാൻ ഒരു മറുപടി ഉണ്ട്. മോനെ, നീ നിമിത്തം അനേകർ മധുരം അനുഭവിക്കാൻ പോവാ. ഒന്നെഴുന്നേറ്റ് നിൽക്കാമോ? നീ നിമിത്തം അനേകർ മധുരം അനുഭവിക്കാൻ പോവാ. എന്തിനാ കുഞ്ഞെ ആർക്കും ഇല്ലാത്ത കയ്പ് നീ കുടിച്ചേ? ആർക്കും ഇല്ലാത്ത പ്രതിസന്ധിക്കകത്തൂടെ നീ എന്തിനാ പോയേ? ഒരു മറുപടി ഞാൻ പറഞ്ഞോട്ടെ, നീ അനേകർക്ക് ഒരു മധുരമാകും. എത്ര പേര് പറയുന്നുണ്ട് നീ അനേകർക്ക് ഒരു മധുരമായി മാറാൻ പോവാ? ശ്രദ്ധിക്കണേ, ഗത്സമന മുതൽ ഗബതയുടെ കളത്തിലും ഗോൽഗോഥ വരെ ഒരുത്തൻ കയ്പ് നീര് വലിച്ചു കുടിച്ചിട്ട് അപ്പനോട് പറഞ്ഞപ്പാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, ഇല്ലേലും സാരല്ലേ, നിന്റെ ഹിതം അതാണെങ്കിൽ ഞാൻ കുടിച്ചോളാം. നാം കുടിക്കേണ്ടിയിരുന്ന കയ്പിന്റെ പാനപാത്രത്തെ മുഴുവൻ അവൻ വലിച്ചു കുടിച്ചിട്ട് നാം ഇന്ന് പാടുക, യേശു ക്രിസ്തു മാധുര്യവാനെന്ന്. കർത്താവ് മാധുര്യമുള്ളവനാന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? ആ കയ്പിന്റെ ഉറവകളെ അവൻ വലിച്ചു കുടിച്ചിട്ട് നമുക്കവ മധുരമായി. ആർക്കുമില്ലാത്ത കയ്പ് നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ധൈര്യത്തോടെ പറ, എനിക്ക് വേണ്ടി മധുരമാക്കുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. ഇന്ന് പകലിൽ അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അല്പനിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് ആരാധിച്ചു തുടങ്ങുക. ആ മാറയെ മധുരമാക്കുന്നവൻ, ആ മാറയെ മധുരമാക്കുന്നവൻ, നീ നിമിത്തം അനേകർ മധുരം അനുഭവിക്കുന്ന നിലകളിൽ നിന്നെ ഒരു മധുരമാക്കാൻ കഴിവുള്ളവൻ, മാറയെ മധുരമാക്കുന്നവൻ. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളെയും ഒന്ന് ചേർത്തടിച്ച് അല്പനിമിഷങ്ങൾ കരങ്ങളെ മാറായെ മധുരമാക്കി തീർക്കുമവൻ, മാറായെ മധുരമാക്കി തീർക്കുമവൻ, പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ, പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി,
സംഹാരദൂതൻ എന്നെ കടന്നു പോയി. പറപോലു ഞാനിനി അടിമയല്ല, പറപോലു ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ സങ്കടങ്ങൾ സകലവും തീർന്നു. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. മാറായെ മധുരമാക്കി തീർക്കുമവൻ, മാറായെ മധുരമാക്കി തീർക്കുമവൻ. മറയെ പിളർന്നു നാം പോക്കുമവൻ, മറയെ പിളർന്നു നാം പോക്കുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. മരുവിലൻ ദൈവമെനിക്കധിപതിയേ, മരുവിലൻ ദൈവമെനിക്കധിപതിയേ. തരുമവൻ പുതുമന്ന അതു മതിയേ, തരുമവൻ പുതുമന്ന അതു മതിയേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. എല്ലാ മാർഗങ്ങളും മധുരമാകട്ടെ, എല്ലാ കയ്പുകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ മാറിപ്പോകട്ടെ. ചൂടാ ദാദാ 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 വൈദാ ദാദാ 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 ചുടകാ നഗദാ 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 ചുടമാ നഗദാ നഗദാ മലയാ നഗദാ നഗദാ ചൂടവരന്തന വൈദവരന്തന ഘടകന വൈദാ നഗദേ ചുടവല വൈഡേരി ബലല കണ്ടല രാജന വൈഡവരെ അർദ്ധവരാജന വൈഡാര ചുടകല രാജന വൈഡേരെ കടകം കടകം ചുടകാര വൈദാ നഗദാ നഗദേരെ ചുടവല വൈഡവ നഗദേരെ ചകലം കലകം കലകാരെ വൈഡ തേര തേര ശേ അബ്ദൽ കാര തേര ശൈന ചൂട താര ശേര തേര ചുടക താര ശേര തേര വൈഡ തേര ശൈന തേര യെസ് 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 ചൂട ധാരാ 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 ചുടവല ഫലവല ഭൂടവരന്തല ഘടകം ജലകം ശബ്ദല ധാരകീവൻ ഘടകാരകധാരകധാരകധാ വൈഡ ധാരാ 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 അർക്ക ധാരാ 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 ധാരാ. Yes, in the name of Jesus. Hallelujah. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യം. ഇരു കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടെ തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുരമാ. അതെ പ്രിയരെ, ഇന്നത്തെ മാറ മധുരമാകും. ഈ മാറയെ മധുരമാക്കിയിട്ട് ഇരട്ടി മധുരത്തിന്റെ ഏലീമിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വഴി നടത്തും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ സഭയെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു. എൻ്റെ സിസ്റ്റർ ജിനി, അമേൻ, ബ്രദർ ഇൻ ലോ സന്തോഷ്, കുഞ്ഞുങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് സ്വർഗത്തിലെ ദൈവം തന്ന നല്ല നിമിഷങ്ങൾക്ക് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഗോഡ് ബി വിത്ത് യു ആൾ. ആമേൻ.
പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കുക. കർത്താവ് സഹായിക്കട്ടെ. കരവടിച്ച് രാജാതിരാജാവിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞാട്ടെ. ശക്തി